ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അതിൻ്റെ രാജ്യം ഇരുട്ടിലാണ്ടുപോയി. ദുഃഖവിളിയുടെ സന്ദേശം അതെന്നോട് ചോദിച്ചൊരു ചോദ്യത്തെല്ലാം മറുപടിയായിട്ട് നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ചോ, ഈശോയുടെ മരണസമയത്ത് ലോകം മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. പിന്നെ വെളിപാട് പുസ്തകം 16:10 നാം ഇങ്ങനെ വായിക്കുന്നു: അഞ്ചാമൻ തന്റെ പാത്രം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു, അപ്പോൾ അതിന്റെ രാജ്യം ഇരുട്ടിലാണ്ടു. ഈ ഇരുട്ടും കർത്താവിന്റെ മരണസമയത്ത് അന്ധകാരം തമ്മിൽ ബന്ധമുണ്ടോ? എന്താണ് ഈ ഇരുട്ട് എന്ന് പറഞ്ഞാൽ? എന്നിട്ട് അദ്ദേഹം ഒരു വാചകം കൂടി ചോദിച്ചു: സീറോ മലബാർ സഭയിൽ ഇത്തരം ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ടോ? എവിടെയൊക്കെ ഈ ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ടെന്ന് ഞാനിത് ഈ ടോക്കിന്റെ അവസാനത്തിൽ പറയാം. ഇപ്പൊ നമുക്ക് ഈശോയുടെ മരണസമയത്തുണ്ടായ ഇരുട്ടും പിന്നെ ഈ വെളിപാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഇരുട്ടും രണ്ടും തമ്മിലുള്ള ബന്ധമെന്ന് നമുക്ക് പരിശോധിക്കാം. 6-ാം ദിവസം, ഇപ്പൊ നമ്മൾ വെള്ളിയാഴ്ച എന്ന് വിളിക്കുന്ന ദിവസം, പണ്ട് അങ്ങനെയൊന്നല്ല വിളിച്ചിരുന്നത്. 6-ാം ദിവസം, 1-ാം ദിവസം എന്ന് പറഞ്ഞ ഞായറാഴ്ച. പക്ഷെ ഞായർ എന്ന വാക്കിനർത്ഥം സൂര്യനാണ്, സൂര്യന്റെ ദിവസം. അതൊക്കെ പിന്നീടുണ്ടായി വാക്കാ. പണ്ട് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം അങ്ങനെ പറയുള്ളൂ. അപ്പോൾ 6-ാം ദിവസം, ഇപ്പോൾ നാം വെള്ളിയാഴ്ച എന്ന് വിളിക്കുന്ന ദിവസം, നമ്മുടെ കർത്താവിന്റെ മരണം നടന്ന ദിവസം, സ്ലീവാ മരണം, കുരിശിലെ മരണം നടന്ന ദിവസം, നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിച്ചു. മർക്കോസിന്റെ സുവിശേഷം പറയുന്നത് 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ, അതായത് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. നട്ടുച്ചയ്ക്ക് അന്ധകാരം. സൂര്യഗ്രഹണമായിരുന്നുവെന്ന് ലൂക്കാസ് ഒരു സൂചന നൽകുന്നുണ്ട്. ലൂക്കാസ് 23:45. ഭൂമി മുഴുവൻ എന്ന പരാമർശത്തെ യഹൂദായിലെ ഭൂമി മുഴുവൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ഭൂമി മുഴുവൻ എന്നല്ല, യഹൂദായിലെ ഭൂമി മുഴുവൻ. ഈ അന്ധകാരത്തിന് പല ധ്വനികളും പല തട്ടുകളിലും അർത്ഥങ്ങളുണ്ട്. ഞാൻ ചിലത് സൂചിപ്പിക്കാം. കർത്താവിന്റെ ശത്രുക്കളെ കാട്ടിക്കൂട്ടിയ ക്രൂരതയുടെ നേർക്ക് സർവ്വസൃഷ്ടിയും അന്ധകാരത്തിന്റെ ഇങ്ങനെ മൂടി വിരിയിട്ട് പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് എന്നാണ് ഒരു വ്യാഖ്യാനം. അതിനാൽ സുറിയാനിൽ ഈ ദിവസത്തിന് പുതിയൊരു പേരുണ്ട്, അറൂഫ്ത എന്നാണ് ആ വാക്ക്. സൂര്യാസ്തമയം എന്നാണ് അതിനർത്ഥം. അറൂഫ്ത എന്ന് പറഞ്ഞാൽ അറൂവ്ത എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയം എന്നാണ് അർത്ഥം. കർത്താവിന് ശത്രുക്കൾ കാട്ടിക്കൂട്ടിയ ക്രൂരത നേർക്ക് സർവ്വസൃഷ്ടിയും അന്ധകാരത്തിന്റെ ഈ വിരി ഇട്ട് മറയ്ക്കുകയാണ്, പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. ചരിത്രപരമായി മറ്റൊരർത്ഥമുണ്ട്. പാലസ്തീനയിൽ ഇടയ്ക്കിടെ ഉണ്ടാകാറുള്ള മണൽക്കാറ്റ് ആ പ്രദേശത്തെ അന്ധകാരത്തിൽ ആഴ്ത്താറുണ്ട്. ഇപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ചരിത്രത്തിൽ സംഭവിച്ച ഈ അന്ധകാരത്തെ സുവിശേഷകന്മാര് വേദഗ്രന്ഥത്തിന്റെ കാഴ്ചവെട്ടത്താണ് വ്യാഖ്യാനിച്ചത്. കർത്താവ് ഭൂമിയെ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രാപഞ്ചിക അടയാളങ്ങളെക്കുറിച്ച് യോവേൽ പ്രവാചകൻ പ്രവചിച്ചതാണ് നമ്മുടെ സ്മരണയിൽ ആദ്യം വരിക. ഭൂമി കുലുങ്ങുന്നു, ആകാശം വിറകൊള്ളുന്നു, സൂര്യചന്ദ്രന്മാർ ഇരുണ്ടു പോകുന്നു. ജോയേല് 2:10, യെശയ്യാ 13:10 കാണാം. ദൈവം ഭൂമിയെ സന്ദർശിക്കുകയാണ് യേശുവിന്റെ മരണത്തിലൂടെ. ഞാൻ ഈ 4-ാമത്തെ കാസ കുരിശിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാകും. ഈ ദൈവരാജ്യം ഭൂമിയിൽ വരികയാണ്, ദൈവം ഭൂമിയെ സന്ദർശിക്കുകയാണ് യേശുവിന്റെ മരണത്തിലൂടെ. അതിനാൽ കർത്താവിന്റെ ദിനമാണത്, കർത്താവിന്റെ ദിനം. ഈ അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും, നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിൽ ആഴ്ത്തും. കർത്താവിന്റെ ദിനം പ്രകാശമല്ല അന്ധകാരമാണ്, പ്രകാശം ലേശമില്ലാത്ത തമസാണ് എന്നൊക്കെ ആമോസ പ്രവാചകൻ 5:20 പറയുന്നുണ്ട്. അതെ, കർത്താവാണ് കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും കൂരിരുട്ടിനെ പ്രഭാതമായി മാറ്റുകയും പകലിനെ രാത്രിയാക്കി മാറ്റുകയും ചെയ്യുന്നതെന്ന് ആമോസ് വീണ്ടും പറയുന്നു 5:8. അവനിപ്പോൾ പകലിനെ ഇരുട്ടാക്കി മാറ്റുന്നു. ദൈവം ഇപ്പോൾ പകലിനെ ഇരുട്ടാക്കി മാറ്റുന്നു, പിന്നീട് ഇരുട്ടിനെ പ്രകാശമായി രൂപാന്തരപ്പെടുത്തും. അതാണ് അവന്റെ ഉത്ഥാനം. അപ്പൊ ഈ അന്ധകാരം പിന്നെ വെളിച്ചം, ഇതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഇപ്പൊ അന്ധകാരം സൃഷ്ടിക്കുന്നു, ഇനി അവൻ അന്ധകാരത്തിൽ പ്രകാശത്തെ സൃഷ്ടിക്കും, അവൻ ഉത്ഥാനം ചെയ്യും. അപ്പോൾ വെളിച്ചത്തിന്റെ മേലും ഇരുട്ടിന്റെ മേലും പരമാധികാരമുള്ള കർത്താവാണ് ദൈവമെന്നും ആ ദൈവമാണ് കുരിശിൽ ഇപ്പോൾ തൂങ്ങിക്കിടക്കുന്നതെന്നും സൂചിപ്പിക്കുകയാണ് അന്ധകാരവും പിന്നീട് വെളിച്ചമൊക്കെ സൃഷ്ടിക്കുന്നതിലൂടെ. ഇതാണ് രണ്ടാമത്തെ ഒരു പൊരുള്. ചരിത്രപരമായി സാധ്യതയുള്ള ഒരു സംഗതിയാണത്. മൂന്നാമതൊരു പൊരുളുണ്ട്. പാപത്തിലുള്ള ദൈവിക ശിക്ഷയായി പഴയ നിയമം അന്ധകാരത്തെ വീക്ഷിക്കുന്നുണ്ട്.
പുറപ്പാട് 10-ാമത്തെ അധ്യായം 21 മുതൽ 23 വരെ, യെശയ്യാ 13, 10, 11, 10, 11 വാക്യങ്ങൾ, ആമോസ് 8, 9, മത്തായിയുടെ സുവിശേഷം 27, 45 അങ്ങനെ ഒരു സൂചനയുണ്ട്. നട്ടുച്ച മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ അന്ധകാരമാണ്. തന്റെ ശത്രുക്കളെയും പാപികളെയും ദൈവം ശിക്ഷിക്കുന്ന കർത്താവിന്റെ ദിനത്തില് നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കുമെന്നും പട്ടാപ്പകൽ ഭൂമി ഇരുട്ടിലാക്കുമെന്നും അന്ന് ഏകജാതനെ കുറിച്ചുള്ള വിലാപം പോലെ ഉണ്ടാകുമെന്നും പ്രവചനമുണ്ട്. ആമോസ് 8-ാമത്തെ അധ്യായം 8 മുതൽ 8, 10 വാക്യങ്ങൾ. ഈ പ്രതിഭാസങ്ങളെ സ്മരണയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് യേശു മരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ദൈവം ശിക്ഷിക്കുന്ന ശത്രുക്കളെയും പാപികളെയും ദൈവം ശിക്ഷിക്കുന്ന കർത്താവിന്റെ ദിനത്തില് നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കും, പട്ടാപ്പകൽ ഭൂമി ഇരുട്ടിലാക്കും, അന്ന് ഏകജാതനെ കുറിച്ചുള്ള വിലാപം പോലെ ഉണ്ടാകും. ഇതൊക്കെ യേശു മരിക്കുമ്പോൾ സംഭവിക്കുകയാണ്. കർത്താവിന്റെ ദിനമാണത്. കർത്താവ് ഭൂമിയെ പാപികളെ ശത്രുക്കളെ ശിക്ഷിക്കുകയാണ്. ആ ശത്രു എന്ന് പറയുന്നത് സാത്താനും, പാപികൾ എന്ന് പറഞ്ഞാൽ സാത്താൻ അനുസരിക്കുന്നവരുമാണ്. പ്രതീകാത്മകമായിട്ട് വിശുദ്ധ സിപ്രിയാൻ വ്യാഖ്യാനിക്കുന്നത് വേറെ അടുത്തൊരു പൊരുളാണ്. സ്രഷ്ടാവിന്റെ മരണത്തിൽ സൃഷ്ടി അനുഭവിക്കുന്ന ക്ലേശങ്ങളാണ് ദുഃഖവെള്ളിയിലെ പ്രതിഭാസങ്ങൾ. യേശുവിന് ശത്രുക്കളുടെ കുറ്റകൃത്യം കാണാതിരിക്കാനായി തന്റെ രശ്മികൾ പോലും സൂര്യൻ പിൻവലിക്കുന്നുവെന്നാണ് വിശുദ്ധ സിപ്രിയാൻ പറഞ്ഞത്. അതൊരു പ്രതീകാത്മക അർത്ഥത്തിൽ. അപ്പൊ ഞാൻ ചരിത്രം പറഞ്ഞു, ദൈവശാസ്ത്രം പറഞ്ഞു, പ്രതീകാത്മക അർത്ഥം പറഞ്ഞു. ഇനി ഇതിനെ കുറെ ഈ ലാക്ഷണിക വ്യാഖ്യാനങ്ങളുണ്ട്. അലിഗോറിക്കൽ വളരെ മനോഹരമാണ്. പ്രത്യേകിച്ചും സുറിയാനി പാരമ്പര്യത്തിൽ ആദാമിന്റെ പാപം സംഭവിച്ചതും 6-ാം ദിവസമാണെന്നാണ് പാരമ്പര്യം. 6-ാം ദിവസമാണ് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തത്. 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ആ 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആദാം പാപം ചെയ്ത് ദൈവത്തോട് മറുതലിച്ചതും അതേ ദിവസമാണ്, 6-ാം ദിവസം. ഇപ്പൊ നമ്മൾ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ആദാമിന്റെ ആദ്യ പാപത്തിന്റെ ഘോരത നിമിത്തം ഒരിക്കല് ഈ ഭൂമി മൊത്തത്തിൽ അന്ധകാരത്തിൽ പെട്ടുപോയി. സർവ്വ സൃഷ്ടികളും ദുഃഖത്തിന്റെ അഗാധ തലങ്ങൾക്ക് മുങ്ങിപ്പോയി. വിലാപത്തിന്റെ അന്ധകാര ആവരണം അണിഞ്ഞു. മനുഷ്യവംശം മരണത്തിന് അടിമപ്പെട്ടത് അന്നാണ്. പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അന്നാണ്. ഭൂമി ശപിക്കപ്പെട്ടതായത് അന്നാണ്. ഇതെല്ലാമാണ് അന്ധകാരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു ആലങ്കാരിക ലാക്ഷണിക വ്യാഖ്യാനത്തിൽ. ഈ ലാക്ഷണിക വ്യാഖ്യാനം മുന്നോട്ട് പോകുമ്പോൾ നോഹയുടെ കാലത്ത് ജലപ്രളയം ആരംഭിച്ചതും 6-ാം ദിവസമാണെന്ന പാരമ്പര്യമുണ്ട്. ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും തമ്മിലുള്ള അവിഹിത ബന്ധത്തിലൂടെ ജനിപ്പിക്കപ്പെട്ട സകല രാക്ഷസന്മാരെയും ജലപ്രളയത്തിലൂടെ ആലാഖ നശിപ്പിച്ചതും 6-ാം ദിവസം തന്നെ. ആലാഖയുടെ പുത്രനാണ് യേശു, ദൈവപുത്രൻ. ആലാഖ സുറിയാനി വാക്കാണ്. ഈ മിശിഹായുടെ ഉപവാസത്തിന്റെ അവസാന ദിനവും 6-ാം ദിവസമാണ്. 40 ദിവസത്തെ ഉപവാസത്തിന്റെ അവസാന ദിനം 6-ാം ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്. വീണ്ടെടുക്കപ്പെടുന്ന പുതിയ മനുഷ്യവംശത്തിന്റെ ആദിജാതനായ ആലാഹപുത്രൻ, അതായത് ദൈവപുത്രൻ യേശു ശത്രുവായ സാത്താനോട്, ആലാഹപുത്രന്റെ പുത്രനായ യേശുവിനോട് സാത്താൻ യുദ്ധം പ്രഖ്യാപിച്ചതും അന്ന് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 2-3. അവൻ 40 പകലും 40 രാവും ഉപവസിച്ചതിന് ശേഷം അവൻ വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന് അവനോട് ഈ കല്ലുകൾ അപ്പമാക്കൂ എന്ന് കൽപ്പിച്ചു. ആ യുദ്ധത്തിന്റെ പരിസമാപ്തി സംഭവിക്കുകയാണ് ദുഃഖവെള്ളിയാഴ്ച. കണ്ടോ, ഈ 6-ാം ദിവസം ആ 6-ാം ദിവസം വെള്ളിയാഴ്ച അതിന്റെ പരിസമാപ്തിയാണ് ദുഃഖവെള്ളിയാഴ്ച. ഇതാണ് ഇങ്ങനെ പറഞ്ഞു പോകുകയാണ്. അതായത് ഇതിന്റെ ലാക്ഷണിക വ്യാഖ്യാനം വളരെ ഗംഭീരമാണ്, സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം. ഇപ്പോൾ ഇത് ഒരിക്കൽ കൂടി ഒരേ സമയം ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ മിശിഹ, ആലാഹയുടെ പുത്രനായ മിശിഹ, സകല മനുഷ്യരുടെയും പാപങ്ങളുടെ ശിക്ഷയായ മരണം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് അത് സ്ലീഹാമേൽ കൊണ്ടുപോയി തറച്ച് മരിച്ചപ്പോൾ മത്തായി 24, 27, 46 സർവ്വ സൃഷ്ടിയും അന്ധകാരത്ത് അണിയുകയാണ്. ആകാശത്തിൽ സൂര്യൻ അന്ധകാരാവൃതമായി. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 21, 22. ഭൂമി കുലുങ്ങി. ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ ദേവാലയത്തിൽ തിരച്ചില 2ആയി ചീന്തിപ്പോയി, മുകൾ മുതൽ അടിവരെ. മത്തായി 27, 46. പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകൾ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 27, 51, 53. ഇതേക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതൊന്ന് വീണ്ടും ഞാൻ ഇടുന്നുണ്ട്. അത് വളരെ പ്രസക്തമാണ്. ആ സമയത്ത് പാടിയ പാട്ടാണ് ഈ
യേശു മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആദാമിന്റെ നേതൃത്വത്തിൽ പാടിയ പാട്ടാണ് സർവാധിപനം കർത്താവെ. അപ്പോഴാണ് ദേവാലയവിരി തുറക്കുന്നത്. ഈ ദേവാലയവിരി വേണ്ട, അങ്ങോട്ട് തിരിയണ്ട ഇങ്ങോട്ട് തിരിയണ്ട എന്നുള്ള വലിയ തർക്കങ്ങളൊക്കെ നടക്കുന്നതിന് കാരണം തിരുവചനങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തിരുവചനങ്ങളുടെ വിശ്വസ്തത പുലർത്തുന്നവര് ഇതൊക്കെ ഉണ്ടാക്കും. ഇതൊന്നും ചങ്ങനാശ്ശേരിക്കാരുടെ അല്ല. ചങ്ങനാശ്ശേരിക്കാരല്ല മത്തായിയുടെ സുവിശേഷം എഴുതിയത്. ചങ്ങനാശ്ശേരിക്കാരല്ല മർക്കോസിന്റെ സുവിശേഷം, ലൂക്കാസിന്റെ സുവിശേഷം എഴുതിയത്. തിരുവചനങ്ങൾ അടിസ്ഥാനത്തിലാണ് സുറിയാനി പാരമ്പര്യം രൂപപ്പെട്ടത്. ആ പാരമ്പര്യങ്ങളാണ് ഈ പറയുന്നത്. അത് നമുക്ക് നഷ്ടപ്പെട്ടു, പല കാരണങ്ങൾ കൊണ്ട്, ചരിത്രപരമായ കാരണം നഷ്ടപ്പെട്ടു. അത് വീണ്ടെടുക്കണമെന്നാണ് ചങ്ങനാശ്ശേരി പറയുന്നത്. അതാണ് വേണ്ടതും. ചങ്ങനാശ്ശേരി ആയതുകൊണ്ടല്ല, നമുക്ക് തിരുവചനങ്ങളെ അടിസ്ഥാനപ്പെട്ട് നമ്മുടെ സഭാപിതാക്കന്മാർ രൂപപ്പെടുത്തിയ തനത് പാരമ്പര്യം, ദൈവശാസ്ത്രപരമായി ഇത്രമാത്രം ആഴമേറിയ ഒരു പാരമ്പര്യം മറ്റൊന്നില്ല. അത് വീണ്ടെടുക്കുക നമ്മൾ ചെയ്യണേ. അല്ലാതെ നമ്മള് ലത്തീൻകാർക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കി ആവിഷ്കരിക്കുകയല്ല. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് 2000 വർഷങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി വന്നത് ഉദയംപുര സൂനദോസോട് നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ തിരിച്ചെടുക്കാൻ ശ്രമിച്ചു. അപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പോലെ പീഡിപ്പിക്കപ്പെട്ട സഭയില്ല. ഇങ്ങനൊരു സഭ നിലനിൽക്കുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അതും ഈ തലപ്പത്തുള്ളവർക്ക് ഈ പാരമ്പര്യങ്ങളൊന്നും അറിയാതെയും ഈ സഭ ഇങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കർത്താവ് നമ്മെ ശരിക്കും സംരക്ഷിച്ചിരിക്കുക അൽമായരിലൂടെ. തീർച്ചയായിട്ടും ചില മെത്രാന്മാരൊക്കെ അതിന് വഴി വെട്ടി തന്നിട്ടുണ്ട്. അവരൊന്നും നമ്മൾ മറക്കുന്നില്ല. പക്ഷെ ഇപ്പൊക്കെ ആ വഴിയൊക്കെ മൂടിയിട്ട് വേറെ വഴി വെട്ടാൻ വേണ്ടി നടക്കുന്ന ആളുകളുമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മാർ അപ്രയം എന്ന് പറയുന്ന പൗരസ്ത്യ സഭയിലെ വലിയ സഭാപിതാവായ അപ്രയം പറയുന്നത് ഒരു ലാക്ഷണിക വ്യാഖ്യാനമാണ്. മാംസബുക്കുകളായ മൃഗങ്ങളോ പറവകളോ ആ ദിവസം മാംസം ഭക്ഷിക്കാറില്ല എന്നും ശവം തേടിപ്പോകാറില്ലെന്നും അദ്ദേഹം പറയാണ്. സ്ലീവാമേൽ വിരിഞ്ഞ് കിടന്നതായ കർത്താവിന്റെ പരിശുദ്ധ ശരീരത്തോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ആ സൃഷ്ടികൾ അങ്ങനെ ചെയ്യുന്നതെന്നും വിശുദ്ധൻ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ 6-ാം ദിവസം നസ്രാണികൾ മാംസം ഭക്ഷിക്കാറില്ല എന്ന വിശുദ്ധ പതിവ് ഉടലെടുത്തു. സ്ലീഹന്മാർ ഇത് കാനോൻ മുഖാന്തരം കൽപ്പിച്ചു. ഡിഡാക്കെയാണ് ഉദ്ദേശിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ എഴുതപ്പെട്ട, ക്രിസ്തുവർഷം 100-ൽ എഴുതപ്പെട്ടതാണ് ഈ 12 അപ്പസ്തലന്മാരുടെ പ്രബോധനങ്ങൾ എന്നറിയപ്പെടുന്ന ഡിഡാക്കെ. 4-ാം ദിവസം, അതായത് ബുധനാഴ്ച, നാം ബുധനാഴ്ച എന്ന് വിളിക്കുന്ന 4-ാം ദിവസം, അതും നോമ്പിന്റെ ദിവസമായിട്ടാണ് ഡിഡാക്കയിൽ പറയുന്നത്. കാരണം അന്നാണ് യഹൂദ മത നേതൃത്വം കൂടിയാലോചന നടത്തി ഈശോയെ കൊല്ലാനുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. യൂദാസ് കറിയത്തുമായി തീരുമാനം ഇല്ല, അവര് പറഞ്ഞൊപ്പിച്ചു. 30 വെള്ളിക്കാശിന് ഗുരുവിന് ഒറ്റുകൊടുക്കാൻ അവൻ സമ്മതിച്ചു. അവർ പറഞ്ഞൊത്തു. അതെല്ലാം സംഭവിച്ചത് ബുധനാഴ്ചയാണ്. അതുകൊണ്ട് ബുധനാഴ്ചയും നോമ്പിന്റെ ദിവസമായിട്ട് അവതരിപ്പിക്കുന്നു. ഡിഡാഹെ ഈ ബുധനും പിന്നെ വെള്ളിയും നോമ്പിന്റെ ദിവസമായിട്ട്, അതായത് മാംസം കഴിക്കാത്ത ദിവസങ്ങളായിട്ട് ചിത്രീകരിക്കാൻ കാരണം ഇതാണ്. അപ്പൊ ഇതാണ് ഇരുട്ടും, അതായത് കർത്താവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഇരുട്ടിന്റെ അർത്ഥം ഇതാണ്. ഈ ഇരുട്ടിനോട് ബന്ധപ്പെട്ടതാണോ വെളിപാട് പുസ്തകം സൂചിപ്പിക്കുന്ന ഇരുട്ട്? ഇതാണ് എന്നോട് ചോദിച്ച ചോദ്യം. രാജ്യം മുഴുവൻ ഇരുട്ടിൽ ആണ്ട് പോകുന്നത് മാലാഖ ഭീകര മൃഗത്തിന്റെ സിംഹാസനത്തിൽ ക്രോധ കലശം ചൊരിഞ്ഞപ്പോഴാണ്. അപ്പൊ ഇതാണ് എന്താണ് ഇങ്ങനെ? അവിടെയും ഇരുട്ട് തന്നെയാണ്. ആ വചനം വെളിപാട് പുസ്തകത്തിൽ 16:10 ഞാൻ തർജ്ജമ ചെയ്യും എങ്ങനെയാണ്? അഞ്ചാമത്തെ മാലാഖ, അഞ്ചാമൻ തന്റെ കലശം, പാത്രം എന്ന് കലശമാണത്. കലശം എന്ന് പറഞ്ഞാൽ ധൂപക്കുറ്റി, ലിറ്റർജിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണത്. ഭീകര മൃഗത്തിന്റെ സിംഹാസനത്തിൽ ഒഴിച്ചു എന്നാണ് വേണ്ടത്. അപ്പോൾ അതിന്റെ രാജ്യം ഇരുട്ടിലാണ്ട് പോയി. അപ്പൊ ഞാൻ വചനം ഒന്നുകൂടി പറയാം. വെളിപാട് 16:10 ഞാൻ തർജ്ജമ ചെയ്യുന്ന വിധം. അഞ്ചാമൻ തന്റെ കലശം ഭീകര മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു, അപ്പോൾ അതിന്റെ രാജ്യം ഇരുട്ടിലാണ്ടുപോയി. എന്തുകൊണ്ടാണ് കലശമെന്നും ഭീകര മൃഗമെന്നും ഞാൻ പറയുന്നത്? ഈ 5-ാമത്തെ മാലാഖ ക്രോധ കലശമാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്, ദൈവക്രോധത്തിന്റെ കലശം. 5-ാമത്തെ അധ്യായം, വെളിപാട് ദിവസം 5-ാമത്തെ അധ്യായം, അവിടെ 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ധൂപക്കുറ്റിക്കാണ്. അതായത് സ്വർഗത്തിൽ ലിറ്റർജിയിൽ ഉപയോഗിക്കുന്ന ധൂപക്കുറ്റി, അതാണ് കലശം. സുഗന്ധവർഗം നിറഞ്ഞ ഇല്ലേ, നമ്മള് ഇപ്പൊ കുന്തിരിക്കം ഇടുന്ന ഇതിന്റെ പൊൻ കലശമാണ്. ദൈവത്തിന്റെ ക്രോധം പരിശുദ്ധവും നീതിയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതുമാണ്, ദൈവിക സിംഹാസനം പുറപ്പെടുന്നതുമാണ് എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധമാണ് ദൈവത്തിന്റെ ക്രോധം, നീതിയാണ് ദൈവത്തിന്റെ ക്രോധം. അതിങ്ങനെ നമ്മൾ ദേഷ്യപ്പെടുന്ന ദേഷ്യമല്ലത്. അതുകൊണ്ടാണ് ലിറ്റർജിയിൽ ഉപയോഗിക്കുന്ന കലശം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രോധത്തിന്റെ കലശം, ക്രോധം ചൊരിയാനായിട്ട് പാത്രമല്ല, കലശമാണ്, പൊൻകലശം. 2, ഭീകര മൃഗം. അതൊരു മൃഗമല്ല, മറിച്ച് മനുഷ്യനാണ്.
ഈ മൃഗം എന്നതിന് വന്യമൃഗം, ഇപ്പൊ നമ്മള് സിംഹം, കടുവ, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് സോൺ എന്നാണ്. സോൺ. നമ്മൾ സൂ എന്ന് എഴുതില്ലേ, സൂ ഇസഡ് ഓ ഇസ്, അത് വരുന്ന ഗ്രീക്കിൽ നിന്നാണ്. സോൺ എന്നാണ് വന്യമൃഗങ്ങൾക്കുള്ള വാക്ക്. ഇവിടെ ആ വാക്കല്ല ഉപയോഗിച്ചണേ. വന്യമൃഗമെന്നോ മൃഗമെന്നോ അല്ല ഉള്ള വാക്കല്ല, മറിച്ച് തേരിയോൺ എന്നാണ്. തേരിയോൺ, ഭീകരമൃഗം എന്നാണ് അർത്ഥം. അതായത് വികൃത ജന്തു. ഭീകരമൃഗമെന്നോ അല്ലെങ്കിൽ വികൃത ജന്തു എന്ന് പറയണം. അത് ഒരു മനുഷ്യനാണ്. ഈ ഭീകരമൃഗം എന്ന് വിളിക്കുന്നത് ഒരു മനുഷ്യനാണ്. വികൃത ജന്തുവിനെ പോലെ പെരുമാറുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ഇത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തർജ്ജമ ചെയ്യണമെന്ന് പറഞ്ഞത്. ഈ ഭീകരമൃഗത്തിന്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ഉഗ്ര സർപ്പത്തിന്റെ, പാമ്പില്ലേ, ആദ്യ സർപ്പം, ആ ആദ്യ സർപ്പത്തിന്റെ ഇരിപ്പിടമാണ്. കടലിൽ നിന്നും കയറി വരുന്ന മൃഗത്തെ, അതായത് റോമാ സാമ്രാജ്യൻ ചക്രവർത്തിയാണ് ചരിത്രപരമായി സൂചിപ്പിക്കുന്നത്. കടലിൽ നിന്നും കയറി വരുന്ന മൃഗം എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം, അതായത് റോമ ചക്രവർത്തി. ഈ ഉഗ്ര സർപ്പം, പ്രാചീന പാമ്പ്, അതായത് സാത്താൻ, ഈ സാത്താന്റെ ഇരിപ്പിടത്തില് ഈ റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ഇരുത്തുന്നുണ്ട്. വെളിപാട് ദിവസം 13:2 കാണാമത്. അതാണ് സിംഹാസനം. അതായത് റോമാ സാമ്രാജ്യത്തിന് അധിപൻ ഇരിക്കുന്ന ആ സിംഹാസനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഭീകരമൃഗത്തിന്റെ സിംഹാസനം, അല്ലെങ്കിൽ വികൃത ജന്തുവിന്റെ സിംഹാസനം. ഇന്ന് അതിനെന്താ അർത്ഥമെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ഞാൻ അന്നത്തെ ചരിത്രം പറയട്ടെ ആദ്യം. ഈ ഭീകരമൃഗത്തിന്റെ സിംഹാസനം, അതായത് സാത്താന്റെ ഇരിപ്പിടമായ ഈ സിംഹാസനത്തിൽ റോമാ ചക്രവർത്തി ഇരിക്കുന്നു. സാത്താന്റെ ഇരിപ്പിടത്തിൽ, ഉഗ്രസർപ്പത്തിന്റെ സിംഹാസനത്തിൽ റോമാ സാമ്രാജ്യത്തിന്റെ അധിപൻ ഇരിക്കുന്നു. ആ സിംഹാസനത്തിന് മേലാണ് 5ാമത്തെ മാലാഖ ക്രോധകലശം ചൊരിയുന്നത്. അപ്പോൾ അതിന്റെ രാജ്യം, ഭീകരമൃഗത്തിന്റെ രാജ്യം, വികൃത ജന്തുവിന്റെ രാജ്യം ഇരുട്ടിലാണ്ടുപോയി. എന്താണ് ചരിത്രപരമായ കാര്യം പറയാം. ക്രിസ്തുവർഷം 68 ജൂൺ മാസം 9-ാം തീയതിയാണ് തന്റെ 30ാമത്തെ വയസ്സിൽ നീറോ ചക്രവർത്തി ആത്മഹത്യ ചെയ്തത്. 30ാമത്തെ വയസ്സിൽ, തന്റെ ക്രിസ്തുവർഷം 68 ജൂൺ 9-ാം തീയതി, എന്നുവെച്ചാൽ വളരെ ചെറുപ്പം, 30 വയസ്സായിട്ടുള്ളൂ, ആത്മഹത്യ ചെയ്തു. അതോടെ ജൂലിയസ് സീസറിന്റെ കുടുംബാധിപത്യം അവസാനിച്ചു. നീറോയുടെ ആത്മഹത്യയിലേക്കും അതിന് പിന്നാലെ റോമാ സാമ്രാജ്യത്തിലുണ്ടായ അരാജകത്വത്തിലേക്കും കൈ ചൂണ്ടിയാണ് രാജ്യം ഇരുട്ടിൽ ആണ്ടുപോയി എന്ന് യോഹന്നാൻ വെളിപാട് പുസ്തകത്തിൽ ചരിത്രപരമായിട്ട് എഴുതുന്നത്. എന്തുകൊണ്ടാണ് നീറോ ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ ചെയ്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? ഇത് മനസ്സിലാക്കിയാൽ രാജ്യം ഇരുട്ടിലാണ്ടുപോയി എന്ന അർത്ഥം മനസ്സിലാകും. വളരെ ഉയർന്ന നികുതി നിരക്കായിരുന്നു നീറോ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിൽ നടപ്പാക്കിയത്. സ്വപ്ന പദ്ധതിയായ സ്വർണ്ണഗ്രഹം, ഒരു ഗോൾഡൻ ഹൗസ് പുള്ളി പണിയാണ്. സ്വപ്ന പദ്ധതിയാണ് ഗോൾഡൻ ഹൗസ്, സ്വർണ്ണഗ്രഹം. അത് നിർമ്മിക്കാൻ വേണ്ടി ഖജനാവ് മുഴുവൻ കൊള്ളയടിച്ചു. പിന്നെ രാജ്യത്തുണ്ടായ കലാപങ്ങള് നിയന്ത്രിക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയം. ഇതെല്ലാം കണ്ടപ്പോൾ ഈ കുറ്റങ്ങളെല്ലാം ചാർത്തി നീറോ ചക്രവർത്തിയെ സാമ്രാജ്യത്തിന് ശത്രുവായി റോമൻ സെനറ്റ് പ്രഖ്യാപിച്ചു. എന്നിട്ട് അടിമകളോട് ചെയ്യുന്നത് പോലെ അയാൾ അടിച്ചു കൊല്ലണം, അതായത് മരിക്കുന്നത് വരെ അടിക്കണമെന്നാണ്. അടിച്ചു കൊല്ലണം എന്ന് പറഞ്ഞാൽ ബീറ്റ് ഹിം ടു ഡെത്ത് അണ്ടിൽ, മരിച്ചെന്ന് ഉറപ്പാക്കുന്നത് വരെ അവനെ ചമ്മട്ടി അടിച്ചു കൊല്ലണമെന്ന് റോമൻ സെനറ്റ് കൽപ്പനയിട്ടു. നാണക്കേടും പ്രാണഹാനിയും ഭയന്ന നീറോ ചക്രവർത്തി തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോടൊപ്പം രാജകൊട്ടാരത്തിൽ ഇറങ്ങി ഓടി. റോമാ നഗരത്തിന് വെളിയില് ഫയോൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. ഫയോൻ എന്ന ആളുടെ ഒരു വില്ലയിലെത്തി. ഫയോൻ, PHAON, ഫയോൻ എന്ന ഒരാളുടെ വില്ലയിലെത്തി. അവിടെ വെച്ച് ഈ കഠാര എടുത്ത് സ്വയം കുത്തി മരിക്കാൻ ശ്രമിച്ചു. പക്ഷെ പറ്റണില്ല. പ്രൈവറ്റ് സെക്രട്ടറിയായ എപ്പഫ്രോദിത്തോസ് ആണ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേര്, എപ്പഫ്രോദിത്തോസിനോട് തന്റെ കഴുത്തിൽ കഠാര കുത്തിയിറക്കാൻ നീറോ ചക്രവർത്തി കൽപ്പനയിട്ടു. അങ്ങനെ ഈ എപ്പഫ്രോദിത്തോസ് കഠാര എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഈ നീറോ പറഞ്ഞു, എത്ര മഹാനായ കലാകാരനാണ് എന്നിൽ മരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. എത്ര മഹാനായ കലാകാരനാണ് എന്നിൽ മരിക്കുന്നത്. ക്വാളിസ് ആർട്ടിഫെക്സ് ഫെറോയോ എന്നാണ് അദ്ദേഹം ലത്തീനിൽ പറഞ്ഞത്. ക്വാളിസ് ആർട്ടിഫെക്സ് ഫെറോയോ, വാട്ട് ആൻ ആർട്ടിസ്റ്റ് ഡൈസ് ഇൻ മീ. ഇങ്ങനെ അവസാനത്തെ വാക്ക് പറഞ്ഞതും ഈ എപ്പഫ്രോദിത്തോസ് എന്ന നീറോയുടെ സെക്രട്ടറി ഈ നീറോയുടെ കഴുത്തിൽ കഠാര ആഴ്ചതും ഒരേ നിമിഷത്തിലായിരുന്നു. ഈ ഭരണകർത്താവ് എന്നതിനേക്കാൾ ഞാൻ വലിയ കലാകാരനാണ്,
അതൊക്കെ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സീറോയുടെ നീറോ വീണ വായിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ തിയേറ്ററിലെല്ലാം അദ്ദേഹം ഇങ്ങനെ പാട്ട് പാടുകയും സ്ത്രീകളെല്ലാം തിയേറ്ററിൽ പ്രസവിക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ കലാകാരനാണെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷെ നാട്ടുകാർക്കാർക്കത് അറിയില്ലായിരുന്നു, അവരത് അംഗീകരിച്ചില്ല. പക്ഷെ അയാൾ സ്വയം വിചാരിച്ചത് അങ്ങനെ ഞാൻ വലിയ ആളാണെന്നാണ് വിചാരിച്ചത്, വലിയ കലാകാരനാണ്. അതുകൊണ്ടാണ് എത്ര മഹാനായ കലാകാരനാണ് ഇതിൽ മരിക്കുന്നതെന്ന് അവസാന വാക്കായിട്ട് പറഞ്ഞത്. പക്ഷേ ആരാണ് അദ്ദേഹത്തിന്റെ പിന്തുടർച്ച അവകാശി, പിൻഗാമി എന്ന് നിശ്ചയമില്ലാത്തതിനാൽ വലിയ കയോസ്, മൊത്തം അരാജകത്വം ഉണ്ടായി രാജ്യത്ത്. 4 പേര് ഞങ്ങളാണ് രാജാവ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. 4 പേര്. സ്പാനിഷ് പടവ്യൂഹത്തിന്റെ തലവനായ ഗാൾബ, അതാണ് ഒന്നാമത്തെ ആള്. ഈ ഗാൾബ എന്ന് പറഞ്ഞ സ്പാനിഷ്, റോമ സാമ്രാജ്യം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ സ്പെയിൻ കേന്ദ്രീകരിച്ചുള്ള സൈന്യ തലവൻ ഗാൾബയാണ്. ഞാനാണ് നീറോയുടെ പിന്തുടർച്ച അവകാശി എന്ന് പറഞ്ഞ് വന്നു. പ്രത്തോറിയൻ കാവൽ സൈന്യത്തിന്റെ തലവനായ ഓഥോയാണ് മറ്റൊരാള്, ഞാനാണ് പിന്തുടർച്ച അവകാശി എന്ന് പറഞ്ഞ് വന്നത്. ഇപ്പോഴത്തെ സ്വിറ്റ്സർലൻഡ് മുതൽ ഫ്രാൻസ് വരെ കിടക്കുന്ന സ്ഥലങ്ങൾ റൈൻ എന്ന് പറയും, റൈൻ ഏരിയ, അവിടുത്തെ അത് നിയന്ത്രിച്ചിരുന്ന വിറ്റേലിയോസ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞു ഞാനാണ് പിന്തുടർച്ച അവകാശി. പിന്നെ പാലസ്തീന ഉൾപ്പെടെയുള്ള പൗരസ്ത്യ ദേശങ്ങളിലെ പട്ടാളത്തിന്റെ തലവനായിരുന്ന ഫ്ലാവിയസ് വെസ്പാസിയൻ, യഹൂദ യുദ്ധം കാലത്ത്, അതൊക്കെ ഞാൻ മുമ്പൊരിക്കൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഓശാനയുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെസ്പാസിയൻ ആയിരുന്നു യുദ്ധം തുടങ്ങിയത്. വെസ്പാസിയൻ പറഞ്ഞു ഞാനാണ് ഈ നീറോയുടെ പിന്തുടർച്ച അവകാശി എന്ന് പറഞ്ഞിട്ട് ഫ്ലാവിയസ് വെസ്പാസിയൻ കിരീടം സ്വന്തമാക്കാൻ വേണ്ടി അവരുടെ സൈന്യങ്ങൾ പരസ്പരം പോരാടി. ഒരേ സമയം 4 ചക്രവർത്തിമാരുടെ ഭരണമെന്നാണ് ഇത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഈ ഗാൾബയെ ഓഥോ കൊന്നുകളഞ്ഞു, ഓഥോയെ വിറ്റേലിയൂസ് കൊന്നുകളഞ്ഞു, വിറ്റേലിയൂസിനെ ഈ വെസ്പാസിയൻ കൊന്നുകളഞ്ഞു. 4 പേരാണല്ലോ പിടി അങ്ങോട്ടും ഈ അധികാരത്തിന് വേണ്ടി, കിരീടത്തിന് വേണ്ടിയുള്ള പിടിവലി. ഓരോരുത്തർ കൊല്ലുകയായിരുന്നു. സ്പാനിഷ് പടവ്യൂഹത്തിന്റെ തലവനെ ഗാൾബയെ, ഈ പറഞ്ഞ ഇവിടുത്തെ പ്രത്തോറിയൻ കാവൽ സൈന്യത്തിന്റെ തലവൻ ഓഥോ കൊന്നുകളഞ്ഞു. ഓഥോയെ സ്വിറ്റ്സർലൻഡ് മുതൽ റൈൻ സാമ്രാജ്യത്തിൽ റൈൻ ഏരിയ പ്രദേശത്തിന്റെ തലവനായ വിറ്റേലിയസ് കൊന്നു. വിറ്റേലിയസിനെ പാലസ്തീനെ തൊട്ടുള്ള അവിടത്തെയുള്ള സൈന്യത്തെ നിയന്ത്രിച്ചിരുന്ന വെസ്പാസിയൻ കൊന്നുകളഞ്ഞു. അങ്ങനെ വെസ്പാസിയൻ ചക്രവർത്തിയായിട്ട് അവരോധിക്കപ്പെട്ടു. അപ്പോഴാണ് തന്റെ മകനായ ടൈറ്റസിനെ ജെറുസലം നഗരവും ജെറുസലം ഈ ദേവാലയത്തെ നശിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് വെസ്പാസിയൻ റോമില് ചക്രവർത്തിയായി. തീർന്നില്ല. ഇങ്ങനെ അക്രമങ്ങളുടെ പരമ്പരക്ക് നടക്കുമ്പോഴും ഒരു കിംവദന്തി അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കപ്പെട്ടു. ക്രൂരനായ നീറോ അവശേഷിപ്പിച്ചത് കിരാത ഭരണമാണെങ്കിലും നീറോ വീണ്ടും ജനിക്കുമെന്ന പുനർജന്മ സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കപ്പെട്ടു. ആ അന്ധവിശ്വാസത്തെക്കുറിച്ച് വെളിപാട് പുസ്തകമൊക്കെ പറയുന്നുണ്ട്. നീറോ റേ ദിവിവോസ് എന്ന് പറയാ, നീറോ റീബോൺ. ഈ കിരാത ഭരണങ്ങളൊക്കെ വരുമ്പോൾ ഇത് നീറോ വീണ്ടും പുനർജനിച്ചിരിക്കുന്നു എന്നുള്ള മട്ടില് സിദ്ധാന്തം വരും. അങ്ങനെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കപ്പെട്ടു. ഭരണകൂട ഭീകരത, അക്രമ പരമ്പരകള്, അന്ധവിശ്വാസത്തിന്റെ വ്യാപനം. അപ്പോൾ റോമാ സാമ്രാജ്യം മുഴുവൻ ഇരുട്ടിലായി. രണ്ടും 2 തരത്തിൽ ഇരുട്ടാണ്. അവിടെ ദൈവം ക്രിസ്തു മരിക്കുമ്പോൾ അതിനോട് പ്രപഞ്ചവും അതുപോലെ തന്നെ ദൈവവും ഒക്കെ പ്രതികരിക്കുന്ന രീതിയാണ് സുവിശേഷങ്ങളിലെ അന്ധകാരമെങ്കിൽ ഇവിടെ ഭരണകൂട ഭീകരത, അക്രമ പരമ്പരകള്, അന്ധവിശ്വാസത്തിന്റെ വ്യാപനം, ഈ സ്ഥാനം കിട്ടാൻ വേണ്ടിയുള്ള ഏത് കടുങ്കയും ചെയ്യാനുള്ള, ഏത് ക്രൂരതയും ചെയ്യാനുള്ള മടിയില്ലായ്മ ഭരണകർത്താക്കളുടെ, ഈ സംഭവങ്ങളെയാണ് അതിന്റെ രാജ്യം ഇരുട്ടിനാണ്ട് പോയി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും 2 തരത്തിലുള്ള ഇരുട്ടാണ്. ഇത്തരം സംഭവങ്ങൾ പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഈ അക്രമങ്ങളെല്ലാം തന്നിലേക്ക് തന്നെ എടുത്ത് അതല്ല അതിന്റെ അവസാനം മട്ടുവരെ കുടിക്കുന്നതാണ് കർത്താവിന്റെ ദുഃഖവെള്ളിയുടെ അർത്ഥം തന്നെ. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ മനുഷ്യരെ ഇവരുടെ അക്രമങ്ങൾ പിന്നെയും കൊണ്ടു നടക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ഇപ്പോ ഈശ്വരവിശ്വാസികളല്ലാത്തവര് ക്ഷേത്രം ഭരിക്കുക, ക്ഷേത്രം കൊള്ളയടിക്കുക. അപ്പോൾ രാജ്യം മുഴുവൻ ഇരുട്ടിലാണ്ട് പോകും. എന്തിനാണ് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവര് ഈശ്വരന്മാരുടെ പേരിലുള്ള ക്ഷേത്രങ്ങളുടെ ഭരണം എടുക്കണേ? ഈശ്വരൻ ഇല്ലെന്നല്ലേ അവർ പറയണേ. ഈശ്വരൻ ഇല്ലെങ്കിൽ പിന്നെ ആ ഈശ്വരന്റെ പേരിലുള്ള ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് എന്തിനാണ് അവർ ഭരിക്കുന്നത്? അപ്പൊ അത് കൊള്ളയടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്?
എന്നിട്ട് അവർക്ക് പിന്നെയും വോട്ട് കൊടുക്കുമ്പോൾ, ഈശ്വര വിശ്വാസികൾ വോട്ട് കൊടുക്കുമ്പോൾ അവർക്കും ഈശ്വരനിൽ വിശ്വാസമില്ലെന്നല്ലേ അർത്ഥം? ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്താൽ അതിന്റെ അർത്ഥം അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയല്ല, ഈശ്വരനെ നിഷേധിക്കുന്ന പ്രത്യയശാസ്ത്രമാണ്. ഇത് തിരിച്ചറിയാൻ ക്രിസ്ത്യാനികൾക്കെങ്കിലും കഴിയണം. തുടർഭരണം, തുടർച്ചയായ ഭരണം എന്ന മിത്ത്, പുനർജന്മം ഇല്ലേ, വീണ്ടും വരും എന്ന സിദ്ധാന്തം അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ, ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് നാട് നീളെ എന്റെ തല എന്റെ ഫിഗർ എന്ന് പറഞ്ഞ് ജനങ്ങളോട് ചോദിക്കാതെ ജനങ്ങളുടെ പണം കട്ടെടുത്ത് അങ്ങനെ എഴുതി വെക്കുമ്പോൾ രാജ്യമാകെ ഇരുട്ടിലാണ്ട് പോകുകയാണ്. ഒരു പ്രത്യേക മതത്തിലെ വിശ്വാസികള് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ക്രിസ്ത്യാനികളുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി കരിനിയമം ഉണ്ടാക്കുമ്പോൾ രാജ്യം മുഴുവൻ ഇരുട്ടിലാണ്ട് പോകുകയാണ്. മറ്റൊരു മതത്തിലെ തീവ്രവാദ ഘടകങ്ങള് കത്തോലിക്ക സഭയെ, വിശേഷിച്ച് സീറോ മലബാർ സഭയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മുന്നേറ്റക്കാരും വിമതരുമായി സഖ്യം ചെയ്യുമ്പോൾ രാജ്യം മുഴുവൻ ഇരുട്ടിലാണ്ട് പോവുകയാണ്. അത് കണ്ടിട്ടും കോമാളി ചിരിയോടെ നേതൃത്വം അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അപ്പോൾ രാജ്യം മുഴുവനും സഭ മുഴുവനും ഇരുട്ടിലാണ്ട് പോവുകയാണ്. സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ എന്ന് അവകാശപ്പെടുന്നവർ തങ്ങളുടെ സ്വാർത്ഥപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുമ്പോൾ രാജ്യമാകെ, സഭയാകെ ഇരുട്ടിലാണ്ട് പോവുകയാണ്. അറൂഫ്ത, സൂര്യാസ്തമയം ആവർത്തിക്കുകയാണ്. നമ്മുടെ വിലാപത്തിനും ഉപവാസത്തിനും കനം കൂട്ടേണ്ടി വരികയാണ്. രാത്രിയെ പകലാക്കുന്ന കർത്താവിന്റെ ഉയർപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, സഭയുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള കാത്തിരിപ്പ്, നമ്മുടെ കാത്തിരിപ്പ് അത് തുടരുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.